എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉഗ്രൻ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. പാലും പഴവും റവയും ഉപയോഗിച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ബനാന ഷീര എന്നൊക്കെ നോർത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നെയ്യ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രമായിട്ട് ചെയ്യാം. പക്ഷേ എപ്പോഴും നെയ്യിൽ ചേർത്തെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു സ്വാദാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത്തപ്പഴം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഹാരാഷ്ട്ര സൈഡിലൊക്കെ റവയും അതുപോലെ സാധാരണ നമ്മുടെ റോബസ്റ്റ് പഴമൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ഡിഷാണിത്. ഞാനപ്പോൾ അതിന് കുറച്ചൊരു കേരള സ്റ്റൈല് കൊടുത്തിട്ട് നമ്മുടെ ഏത്തപ്പഴമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് നെയ്യിൽ വഴച്ചെടുക്കണം. അത്യാവശ്യം പഴുത്ത പഴമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഏത്തപ്പഴമൊക്കെ വാങ്ങിച്ചിട്ട് നന്നായിട്ട് കറുത്തൊക്കെ പോകും തൊലിയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ തൊലി കറുത്ത പഴമാണെങ്കിൽ നമുക്ക് ഈ ഡിഷിന് വേണ്ടി ഉപയോഗിക്കാം. നോർത്ത് ഇന്ത്യൻസൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്തിടുന്നതിന് പകരം അവരത് സ്മാഷ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പക്ഷേ നമ്മുടേതായ ഒരു ടച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പഴം ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ പഴമൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ നിങ്ങളൊരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കണം. പഴത്തിൻ്റെ ആ ഒരു മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി. അപ്പോൾ ഈ ഏലക്കാപ്പൊടി ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. അപ്പോൾ അതിനും കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർത്തത്. ഇനി നിങ്ങളുടെ പഴത്തിന് മധുരം കുറവാണെങ്കിൽ ഒരു 5 മുതൽ 6 സ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. പഞ്ചസാര പഴത്തിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. പഞ്ചസാര അത്യാവശ്യം നന്നായിട്ട് പഴത്തിൽ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. ആ റവ ഞാൻ ഈ പഴത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കൂട്ടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ റവയൊക്കെ പഴമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന റവ വറുത്ത റവയാട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ വറുത്ത റവ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് ചേർക്കുക. വറുത്ത റവ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. റവ പാലിൽ നന്നായിട്ട് മിക്സ് ആവണം. അതുപോലെ തന്നെ അതൊന്ന് വറ്റി വരണം. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു പരുവത്തിലാവുമ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ബനാന ഷീര അല്ലെങ്കിൽ ബനാന ബോൾസ് എന്ത് വേണമെങ്കിലും നമുക്കിത് വെച്ചുണ്ടാക്കാം. ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാനിത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഷീരയായിട്ടും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബോൾസ് പോലെ ഉരുട്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മോൾക്ക് സ്നാക്സിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോൾസ് ആയിട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.